മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. മംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. 8 മണിക്കൂർ മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, 8 മണിക്കൂറിലധികം മൊഴിയെടുപ്പ് നീണ്ടുനിന്നിരിക്കുകയാണ്. ഈ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പ്രമാദമായ ധർമ്മസ്ഥല കൂട്ട കൊലപാതക വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുള്ളത്. മംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ നടന്ന മൊഴിയെടുക്കൽ 8 മണിക്കൂറിലധികം നീണ്ടു. ധർമ്മസ്ഥലയിലെ 3 കിലോമീറ്റർ ചുറ്റളവിലെ വനമേഖലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ഇയാൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ബലാത്സംഗത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നു കുഴിച്ചു മൂടിയെന്നാണ് ഇയാളുടെ മൊഴിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സൂപ്പർവൈസർമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നും അന്വേഷണ സംഘത്തിന് മുമ്പിൽ കേസിലെ ഏക സാക്ഷി കൂടിയായ മുൻ ജീവനക്കാരൻ വ്യക്തമാക്കി. DGP പ്രണവ് മെഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കർണാടക DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘം ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായുണ്ട്. പ്രധാന സാക്ഷിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയതോടെ പ്രദേശം കുഴിച്ച് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം ഇനി കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ പ്രമാദമായ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ശുചീകരണ തൊഴിലാളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോടതിയിൽ നൽകിയിരുന്ന 164 പ്രകാരമുള്ള മൊഴിയിലും ഇയാൾ കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചിരുന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ഈ നിർണായകമായ വിവരങ്ങളെല്ലാം പങ്കുവച്ചിട്ടുള്ളത്. ഇനി ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ദീപ്തി, ശരി. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. മംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. 8 മണിക്കൂർ മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.